നിശ്ചയാണ് സാവിത്രിയായിട്ട് അഭിനയിക്കുന്നതിലെ ഒരു ക്ലിക്കിംഗ് ആണ്. നല്ലൊരു എന്താ പറയുക കഥാപാത്രത്തിന് നമുക്ക് ഡേറ്റ് ഇട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത് വേറെ കാര്യം. വീട്ടിൽ വന്ന് പൊക്കി എടുത്തോണ്ട് വന്നേക്കോ. കാര്യം പുള്ളിക്കാരത്തി ഇപ്പൊ നാളെ പോണേന്ന് ഇടിക്കും, കൊച്ചിക്കാരെ വിട്ടിട്ട് പോവാണ്. ഇതിൽ കഥാപാത്രമായിട്ട് സഫൂനയൊക്കെ വരുന്നുണ്ട്. അത് നാളെ ഷൂട്ട് ചെയ്യും. അതിന് വേറെ പൂജ ഉണ്ടോ? അതെ, കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ഇന്ന് വൈകുന്നേരം പുറത്തു വിടുന്നതായിരിക്കും. നിഷയുടെ കഥാപാത്രം പേര് സാവിത്രി എന്നാണ്. വിഷ്ണുവിന്റെ കഥാപാത്രത്തിന്റെ പേര് നമ്മൾ തീപ്പൊരി എന്നാണ് പേര്. അതിന്റെ ടോട്ടൽ പേര് ഫസ്റ്റ് പോസ്റ്റ് ഇന്ന് വൈകിട്ട് പുറത്തിറക്കും. നമ്മളിപ്പോ ഇത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു കൊച്ചിക്കാരനാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പൂജ ചെയ്തപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കുന്ന വീഡിയോ പലപ്പോഴും ആൾക്കാരിലേക്ക് നെഗറ്റീവായിട്ട് ഇത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാറ്റ് കാരണം കെട്ടുപോകുള്ളൂ. ഉടച്ചോ, വിഷ്ണു കൊച്ചിക്കാരൻ ചെയ്യട്ടെ. ആ കല്ലിട്ട് ഉടച്ചോ. ഷൂട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? ഇന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും. ഇന്നൊരു 4 മണിയോടെ എൻ്റെ ഷൂട്ട് തുടങ്ങുന്നതായിരിക്കും, വൈകുന്നേരം തന്നെ. നിഷ അതിഗംഭീരമായിട്ട് സീരിയസ് ക്യാരക്ടറാണ്. എന്താണ് ക്യാരക്ടർ എന്ന് നിങ്ങൾ ഇന്ന് പോസ്റ്റർ ഇറങ്ങും, ഫോട്ടോ ഷൂട്ട് ഇന്നുണ്ട്, ഷൂട്ടും ഉണ്ട്. അപ്പോൾ വിഷ്ണു കൊച്ചിക്കാരാണ് മെയിൻ വില്ലനിസം ചെയ്യുന്നത്. വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞ ആക്ടർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ താടി ഉണ്ടല്ലോ. പുള്ളിക്കാരൻ ഇപ്പോൾ 14 ദിവസമായി പുള്ളിക്കാരൻ മടിക്കാത്ത. പുള്ളിക്കാരൻ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഫേസിൽ എന്തോ അല്ലേ? ഇല്ല, എനിക്ക് വിഷമമില്ല. എനിക്ക് ഇങ്ങനെ വളർത്താൻ താല്പര്യമില്ല. വളർന്നാലും വളച്ചോളി. ഉള്ളത് തന്നെ നമ്മൾ പോലീസ് ക്യാരക്ടറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പുള്ളി ഇതിനു വേണ്ടി നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്. താടി തലവ പഠിക്കാണ്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 4 ദിവസത്തേക്ക് താടി പഠിക്കാൻ പാടില്ല കഥാപാത്രത്തിന് വേണ്ടിയിട്ട്. അഡ്വാൻസ് വൈകിട്ട് വരുമോ? ഓക്കെ. എന്തായാലും പ്രാർത്ഥിക്കുക. സാവിത്രിയുടെ കുറ്റാന്വേഷണം ഇന്ന് മുതൽ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. എല്ലാവിധ പ്രാർത്ഥനയും വേണം. ഉറപ്പിച്ചെന്നല്ല കല്യാണം കഴിഞ്ഞ സംഭവം. കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോൾ എന്തോരം തൊടേണ്ടി വരും. കല്യാണം ഉറപ്പിച്ചത് അവിടെ പ്രതികാരം അങ്ങനെയല്ലേ? ഇത് ഉള്ളിലേക്ക് വരട്ടെ. എന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഉറപ്പിച്ചേട്ടോ. അങ്ങനെ തന്നെ അകത്ത് വെച്ചേ. എന്താടി നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു? ചെറിയ ഫോട്ടോ ഉണ്ട്. ചെയ്യുവോ? അത് ചെയ്യാം. നിശായിടിക്കായിട്ട് നേരത്തെ വോട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. സാവിത്രി ഞാൻ നിന്നെ ഒരുപാട് നാളായി കണ്ടിട്ടാ. അത് കഴിഞ്ഞിട്ടാ നീ കയറി പിടിച്ച് കൊല്ലണ്ട. നിന്റെ ചൂടും അത് പറയാൻ പറ്റില്ലേ? ചേച്ചി ഇവന്റെ നെറ്റിയിലും നോക്കണം. പറ്റുമോ? തുടങ്ങിയ കാലം മുതലുള്ള പരിപാടിയാണ്. കുഴപ്പമില്ല. നെറ്റിയിലും ഇവിടെ
നിൽക്കുന്നു വേണ്ടത്. നിങ്ങളെ കുറെ നാളുകൾക്ക് ശേഷമായിട്ട് കാണുന്ന ഒരു ആൾക്കാരാണ്. നിങ്ങൾ അവിടെ നടന്നു വരുമ്പോ നിങ്ങൾക്ക് പറ്റുന്ന ഡയലോഗ് അവിടെ നിന്നിട്ട് നടന്നു പോകും. ഇത് നടപടി ആവൂല. ആദ്യത്തെ ഷോട്ട് ഒന്ന് തീർക്കട്ടെ. മസാല വേണോട്ടോ ഇത് ഓടണമെങ്കിൽ കുറച്ച്. അത് രണ്ടാമത്തെ ഷോട്ടല്ലേ? ഇല്ല ലിപ് ലോക്ക് അല്ലേ ചേച്ചി? നിങ്ങൾ നടന്ന് രണ്ടു കൈ പിടിച്ച് നടന്നു പോരെ. നിങ്ങൾ നോക്കി വെക്കണില്ല കാണിക്കല് അയാളുടെ ഭാര്യന്റെ പ്രശ്നം കൂട്ടാ. ഇത്ര ഉമ്മ കിട്ടി ഞങ്ങൾക്കൊന്നും